എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം നൽകിയ ഹർജി വിധി പറയാനായി മാറ്റി 29ലേക്കാണ് മാറ്റിയത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണോ സെഷൻസ് കോടതിയാണോ കേസിൽ വാദം കേൾക്കേണ്ടത് എന്നതിലാണ് വിധി പറയുക. പ്രതിയായ പി ദിവ്യയുടെയും കളക്ടറുടെയും 2 മൊബൈൽ നമ്പറുകളിൽ ഒന്ന് മാത്രമാണ് ഹാജരാക്കിയതെന്ന് കുടുംബം വാദിച്ചു. സുല്ലൈസ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുല്ല, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിലാണോ അതോ സെഷൻസ് കോടതിയിലാണോ വിധി പറയുക, വാദം തുടരുക എന്നുള്ളതിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ? അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ ഈ കേസ് പരിഗണനയിലുള്ളത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ന്റെ മുമ്പിലാണ്. പക്ഷേ നിലവിൽ ഈ കേസിന്റെ വകുപ്പുകളും മറ്റും പരിഗണിക്കുമ്പോൾ അത് ജില്ലാ സെഷൻസ് കോടതിയുടെ കീഴിൽ പരിഗണനയിൽ വരേണ്ട കേസാണ്. അതുകൊണ്ട് അത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജില്ലാ സെഷൻസിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ തുടരന്വേഷണം എന്നൊരാവശ്യം ആയി കുടുംബം കോടതിയെ സമീപിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ തുടരന്വേഷണം എന്ന ആവശ്യത്തിന്മേലുള്ള വാദം കേൾക്കേണ്ടത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണോ അതോ ജില്ലാ സെഷൻസ് കോടതിയാണോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ ഇരുവിഭാഗം അഭിഭാഷകർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇതിന്റെ പരിഗണന ഏത് കോടതികളുടെ മുമ്പിലാണ് ഇത് പരിഗണിക്കേണ്ടതെന്ന് സംബന്ധിച്ച കാര്യത്തിൽ വിധി പറയുന്നത് 29ലേക്ക് മാറ്റിയിരിക്കുന്നു. അത് ജില്ലാ സെഷൻസ് കോടതിയുടെ മുമ്പിലാണ് ഇതിന്റെ പരിഗണനയിൽ വരേണ്ടത്. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.